വയനാട് പാർലമെൻറ്റ് മണ്ഡലം നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ 2 ഇലക്ഷനും പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ ഇടതുപക്ഷം അവിടെ മത്സരിക്കുന്ന അവരുടെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റായിട്ട് മാത്രമാണ്. ജയിക്കാൻ വേണ്ടി മത്സരിക്കുക എന്ന് പറയുന്നത് അവർ ഒരു പ്രചാരണത്തിന് വേണ്ടി പറയുന്നു എന്നുള്ളതുള്ളൂ. ജയിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം, അവർക്കും അറിയാം. കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണ അതിന് മുമ്പ് പോലും ഒരുപക്ഷെ വയനാട് UDFൻ്റെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മണ്ഡലമാണ്. ഇത്തവണ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടോ സത്യത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ? LDFനെ സംബന്ധിച്ചാണെങ്കിലും BJPയെ സംബന്ധിച്ചാണെങ്കിലും. അല്ല, ഈ രാഷ്ട്രീയ പാർട്ടികളാണല്ലോ ആ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളത് ഒഴിവാക്കാനാവാത്ത സാഹചര്യമാണ്. ഇപ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ കളം BJPക്ക് വിട്ടുകൊടുക്കുന്ന പോലെയാവും. അത് പിന്നെ BJPയും കോൺഗ്രസും തമ്മിലുള്ള മത്സരമായി മാറും. ഇത് തീർച്ചയായും ഒരു സൗഹൃദ മത്സരം എന്ന രീതിയിലെങ്കിലും, ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് എന്ന രീതിയിലെങ്കിലും മത്സരിച്ചേ മതിയാവുകയുള്ളൂ. അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ടായാലും അത് അങ്ങനെയുള്ള മത്സരങ്ങൾ പല സ്ഥലത്തും നടന്നിട്ടുണ്ട്. ഇന്ത്യയിൽ പല സ്ഥലത്തും അങ്ങനെ മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. അതല്ലാതെ വളരെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ ഇത് ബാധിക്കാൻ പോകുന്നില്ല. വയനാട് പോലൊരു മണ്ഡലത്തിൽ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്ന് മുൻകൂട്ടി പ്രവചിക്കാവുന്നതേ ഉള്ളൂ. ഭൂരിപക്ഷത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ മാത്രമേ ആർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അത്തരമൊരു പശ്ചാത്തലത്തിൽ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്തൊരു എലക്ഷൻ നടത്തേണ്ട ഒരു കാര്യം വയനാട്ടിലുണ്ടോ? ഇപ്പോൾ BJP മത്സരിക്കും എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഇന്നലെ ഒന്നോ ബിനോയ് വിശ്വത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ LDF മത്സരിച്ചില്ലെങ്കിൽ അത് BJPക്ക് ഗുണകരമാകും എന്ന് പറയുന്നുണ്ട്. അത്തരമൊരു പൊളിറ്റിക്കൽ സിനാരിയോ ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, തീർച്ചയായും ഇടതുപക്ഷം എന്നുള്ളത് വേറെ ഒരു പക്ഷമാണല്ലോ, അത് കോൺഗ്രസ് അല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ കോൺഗ്രസ്സിന് ഇടതുപക്ഷം ലയിച്ചാൽ മതിയല്ലോ. അപ്പോൾ രണ്ട് സംഘടനകളായതുകൊണ്ട്, 2 പ്രസ്ഥാനങ്ങളായതുകൊണ്ട് തീർച്ചയായും മത്സരിച്ചേ പറ്റുള്ളൂ. ഇത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ്. ഇതിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുള്ളതുപോലെ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് നേരെ ഉണ്ടായുള്ള പോലുള്ള വിമർശനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാവാൻ സാധ്യതയില്ല. കുറച്ചുകൂടി മെച്യൂർഡായിട്ട്, കുറച്ചുകൂടി, കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടായ വിമർശനങ്ങളുടെ പേരിൽ CPM ഒരുപാട് പഴി കേട്ടിട്ടുണ്ട്. എന്തിനാണ് മോദിയെ വിമർശിക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ട് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നത്? അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഇപ്രാവശ്യം എന്തായാലും ഉണ്ടാവില്ല എന്ന് നമുക്ക് കരുതാം. പക്ഷേ തീർച്ചയായും CPM അല്ലെങ്കിൽ CPI ഇടതുപക്ഷം എന്ന ഒരു പ്രസ്ഥാനത്തിന് ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് ഒരു ആത്മഹത്യക്ക് തുല്യമായിട്ടുള്ള അവസ്ഥയായിരിക്കും. തീർച്ചയായും ഒരു മത്സരിച്ചേ മതിയാവും, മത്സരിക്കുക തന്നെ ചെയ്യുന്നതാണ്.